വരാൽ വഴുതി പോകുന്ന പോലെ എന്ന് കേട്ടിട്ടുണ്ടോ? ദേ ഇതാണ് സംഭവം കേട്ടോ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പിടിക്കാൻ നോക്കിയാലും അത്ര പെട്ടെന്ന് പിടിതരാത്ത മീനാണ് വരാൽ. നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ചാലും അവൻ കയ്യിൽ നിന്ന് ചാടിപ്പോവും. വെള്ളത്തിൻ്റെ മേളിൽ കൂടെ എന്ത് പ്രാണികൾ പോയാലും ഇവന്മാർക്ക് സഹിക്കത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് അത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു തവളക്കുഞ്ഞും കൂടെ ആണെങ്കിലോ പിന്നെ പറയണ്ട, ഇവന്മാരെ പിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് തവളയായിട്ട് നല്ല സാമ്യമുള്ളതും നല്ല ഹുക്കപ്പ് ഉള്ളതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉള്ളതും കൂടെ ആണെങ്കിലോ പിന്നെ നമുക്ക് ഇവന്മാരെ പിടിച്ച് കയറ്റാനായിട്ട് നല്ലൊരു രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കാശിന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് മീനാണ് കേട്ടോ. അവൻ തന്നെ കരയ്ക്ക് കയറിയോണ്ടെ ചാടിപ്പോകാൻ നോക്കിയാലോ നമ്മൾ വിടുവോ? നമ്മൾ അവൻ്റെ പുറകെ പോയി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കിട്ടിയിരിക്കുന്ന ഒരു നാടൻ വരാലാണ്. അധികം വലിയ സൈസൊന്നും അല്ലെങ്കിലും നമുക്ക് വരാലിൽ എടുക്കാൻ പറ്റിയ സൈസാണ്. ഇതേ കണ്ടല്ലോ, കറി വെക്കാനും വറക്കാനും പറ്റിയ നല്ല അടിപൊളി മീനാണ് വരാൽ കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. ഇന്ന് നമ്മൾ നല്ല അടിപൊളി റിസൾട്ടുള്ള ഫ്രോഗുമായിട്ടാണ് കാശിങ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് യാതൊരു താമസവും ഇല്ലാതെ പെടപെടാന്ന് മീനടിച്ച് കയറ്റാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേ അപ്പോൾ നമ്മുടെ അടുത്ത മീൻ കരക്കോട്ട് കയറുന്നുണ്ട്. ഇതും വരാൽ തന്നെയാണ് കേട്ടോ. കണ്ടോ, ആദ്യം താമസിയാതെ നമ്മുടെ മൂന്നാമത്തെ മീനും കയറി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല റിസൾട്ടുള്ള ഫ്രോഗ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുപറാന്ന് മീൻ പിടിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ പിടിച്ചിരിക്കുന്ന ഫ്രോഗ് ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രോഗ് കേട്ടോ. ഈ ഫ്രോഗിൻ്റെ പേരാണ് സ്പൈക്ക്. പെക്സോ കമ്പനിയുടെ സ്പൈക്ക് എന്ന് പറയുന്ന മോഡലാണ് ഈ ഫ്രോഗ്. 5 സെൻറ്റിമീറ്ററിൽ നല്ല അടിപൊളി സൗണ്ടുള്ള ഡബിൾ സ്പിന്നറോടുകൂടി വരുന്ന ഈ ഫ്രോഗിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാമാണ്. ചെറിയ വരാലിനും വലിയ വരാലിനും ഒക്കെ നല്ല പറ്റിയ അടിപൊളി ഫ്രോഗ്.